ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് +1 ഫിസിക്സ് ടെക്സ്റ്റ് ബുക്കിലെ 8ാമത്തെ ചാപ്റ്ററായ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ് എന്നതിലൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ബൾക്ക് മോഡുലസ്. ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ കെ ആണ്. കെ ഉപയോഗിച്ചുകൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു. ഒരു സിലിണ്ടർ നമ്മൾ എടുക്കുന്നു. ഒരു സിലിണ്ടർ, ആ സിലിണ്ടറിനുള്ളിൽ ഒരു ഗ്യാസ് നിറച്ചിരിക്കുന്നു. എന്നിട്ട് അതിനെ ഒരു പിസ്റ്റൺ ഉപയോഗിച്ചുകൊണ്ട് ടൈറ്റ് ചെയ്തിരിക്കുകയാണെന്ന് കരുതുക. ഒരു പിസ്റ്റൺ ഉപയോഗിച്ച് അടച്ചു വച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള ഇതിൻ്റെ വോളിയം എന്ന് പറയുന്നത് വി ആണെന്ന് കരുതുക. ഇനി ഈ പിസ്റ്റണിൻ്റെ മുകളിലേക്ക് പെർപെൻഡിക്കുലറായിട്ട് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. അതിന് എഫ് എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ പിസ്റ്റൺ പതുക്കെ താഴേക്ക് താഴാൻ തുടങ്ങും. അങ്ങനെയാണെങ്കിൽ ഈ ഗ്യാസിൻ്റെ വോളിയത്തിന് എന്ത് പറ്റും? ചേഞ്ച് വരാൻ തുടങ്ങി. ചേഞ്ച് വന്നു, വോളിയം കുറയുവാണ് ചെയ്യുന്നത്. ഇപ്പോൾ പിസ്റ്റണിൻ്റെ പൊസിഷൻ ഇതാണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ചേഞ്ച് വന്നിരിക്കുന്ന വോളിയത്തിനെ ഡെൽറ്റ വി എന്ന് വിളിച്ചെന്ന് കരുതുക. അപ്പോൾ നോക്കുക, നമ്മുടെ ഗ്യാസിൻ്റെ സർഫസിലേക്ക് അല്ലെ പിസ്റ്റണിൻ്റെ സർഫസിലേക്ക് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഫോഴ്സ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു സ്ട്രെസ്സ് ഫോം ചെയ്തിട്ടുണ്ട്. ആ സ്ട്രെസ്സിനെ നോർമൽ സ്ട്രെസ് എന്ന് വിളിച്ചു. കാരണം പിസ്റ്റണിലേക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്തേക്കുന്നുണ്ട്. നോർമലായിട്ട് അപ്ലൈ ചെയ്തത് കൊണ്ട് അതിനെ നോർമൽ സ്ട്രെസ് എന്ന് വിളിച്ചു. നോർമൽ സ്ട്രെസ് ഇസ് ഈക്വൽ ടു എന്ത് വരും? ഫോഴ്സ് ബൈ ഏരിയ ആണ്, എഫ് ബൈ എ എന്ന് കിട്ടി. ഇനി ഇതിൻ്റെ പ്രത്യേകത എന്താ? ഒരു സർഫസിലേക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ യൂണിറ്റ് ഏരിയയിലുള്ള പെർപെൻഡിക്കുലർ ഫോഴ്സിന് പറയുന്ന മറ്റൊരു പേരാണ് പ്രഷർ. സോ ഈസ് ഈക്വൽ ടു എന്തെന്ന് കൊടുക്കാം? പ്രഷർ എന്ന് കൊടുക്കാം. ഇനി ഇവിടുത്തെ ചേഞ്ച് വന്നിട്ടുണ്ട്. എന്തിനാണ് ചേഞ്ച് വന്നിരിക്കുന്നത്? വോളിയമാണ് വ്യത്യാസം വന്നിരിക്കുന്നത്. സോ വോളിയം സ്ട്രെയിൻ കണ്ടുപിടിക്കുന്നു. വോളിയം സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു എന്ത് വരും? ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ ആണ്. ഇവിടുത്തെ ഡയമെൻഷൻ എന്താണ്? വോളിയമാണ്. സോ ഡെൽറ്റ വി ബൈ വി എന്ന് വന്നു. ഇനി നമുക്ക് ഇതിൽ നിന്നും ബൾക്ക് മോഡുലസിൻ്റെ ഇക്വേഷൻ എഴുതാം. ബൾക്ക് മോഡുലസ് കെ ഈസ് ഈക്വൽ ടു എന്ത് വരും? നോർമൽ സ്ട്രെസ് ബൈ വോളിയം സ്ട്രെയിൻ. നോർമൽ സ്ട്രെസ് ഡിവൈഡഡ് ബൈ വോളിയം സ്ട്രെയിൻ എന്ന് കിട്ടി. വോളിയം സ്ട്രെയിൻ ഇക്വേഷൻ ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് വരും? നോർമൽ സ്ട്രെസ്സിൻ്റെ സ്ഥാനത്ത് പി എന്ന് കൊടുക്കാം. ബൈ ഡെൽറ്റ വി ബൈ വി എന്ന് വന്നു. ഇവിടെ ഒരു മൈനസ് സൈൻ കൂടി കൊടുത്തു. എന്തുകൊണ്ടായിരിക്കും മൈനസ് സൈൻ കൊടുത്തിരിക്കുന്നത്? പ്രഷർ കൂടുന്നതനുസരിച്ച് വോളിയം കുറയുവാണ് ചെയ്യുന്നത്. അത് കാണിക്കാൻ വേണ്ടിയാണ് ഒരു നെഗറ്റീവ് സൈൻ കാണിച്ചിരിക്കുന്നത്. ഈസ് ഈക്വൽ ടു എന്ത് വരും? മൈനസ് പി ഇൻറ്റു ഫ്രാക്ഷൻ വെച്ച് ഡിവൈഡ് ചെയ്യേണ്ടി വരുമ്പോൾ എന്ത് ചെയ്യണം? ന്യൂമറേറ്റർ അങ്ങനെ തന്നെ എഴുതിക്കൊണ്ട് ഡിനോമിനേറ്ററിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ വി ബൈ ഡെൽറ്റ വി മൈനസ് പി വി ബൈ ഡെൽറ്റ വി എന്ന് കിട്ടി. ഇതാണ് ബൾക്ക് മോഡുലസിനുള്ള ഇക്വേഷൻ. ഇനി ബൾക്ക് മോഡുലസിൻ്റെ റെസിപ്രോക്കൽ എടുക്കുവാണെന്ന് കരുതുക. അതിനെ വിളിക്കുന്ന പേരാണ് കംപ്രസിബിലിറ്റി. സോ കംപ്രസിബിലിറ്റി ഈസ് ഈക്വൽ ടു 1/k.